സീസൺ 6ലും സീസൺ 7ലും വൃത്തിഹീനം എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ജാസ്മിന്റെ തലേന്ന് ഇങ്ങനെ പേനോ കാര്യങ്ങളൊന്നും പറഞ്ഞ ആരും ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിനും എനിക്ക് തോന്നുന്നു ഇതേപോലെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പല ടൈപ്പിലുള്ള ഹെയർ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഞാനും എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് പറ്റാത്തപ്പോൾ ഞാനത് എടുത്ത് കളഞ്ഞു. അത് വേറൊരു സ്റ്റോറി. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്താലും നമ്മൾ എന്ത് ബോഡിയിൽ ഓവറായിട്ട് ഈവൻ ഇപ്പൊ ടാറ്റൂവിന്റെ കാര്യമാണെങ്കിൽ പോലും പ്രോപ്പർ കെയർ ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടയും പടവും മടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പം രേണുവിന്റെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് അറിയാം. എന്നാൽ പോലും ഞാനും രേണുവിന്റെ കൂടെ 2 ദിവസം സ്റ്റേ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പറയാനുള്ള ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട്. ലൈക്ക് നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് രേണു നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യുകയും പിറ്റേ ദിവസമൊക്കെയാണ് പോയത്. ഓക്കെ, അപ്പോ രേണു എനിക്ക് തോന്നുന്നു ആള് പാവനെ അറിയാൻ പാലാത്തോണ്ടോ അല്ലെങ്കിൽ കേട്ടത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്തോ അത് വേറൊരു വിഷമായി ഞാൻ പറഞ്ഞു വരാം. അപ്പം രേണുവിന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്ത് അവര് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പല ടൈപ്പായിട്ടുള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്, സ്കിന്നിനും നെയിലിനൊന്നും ഐബ്രോസിനൊന്നും ഒരു കുഴപ്പമില്ല, അപ്പൊ ഹെയറിന് മാത്രം എങ്ങനെയാണ് രേണു സുധി ഒരാൾ ഇത് ചെയ്തുകൊണ്ട് അവരുടെ ഷോപ്പ് 10 years ആയി പൂട്ടിപ്പോയില്ല എന്നൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സോ ഷീ നോസ് ദാറ്റ്. ഇപ്പോൾ അവർ കുറെ ആളുകളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഒൺലി തിങ് എനിക്ക് തോന്നുന്നു കുളിക്കാൻ പാടില്ല. അത് അവിടെ അനു ചോദിച്ചപ്പോഴും പറയുന്നുണ്ട് ഇത് കൊളാബാണ് എന്ന് പറയുന്നുണ്ട്. പെയ്ഡാന്ന് വേറെ വശത്തും സംസാരിക്കുന്നുണ്ട്. വാട്ട് എവർ. അപ്പൊ കുളിക്കാൻ പാടില്ല എന്നാണ് അവർ. നോർമലി തല കുളിക്കാതിരുന്നാൽ തല ചൂടായിട്ട് തലയിൽ പെയിൻ വന്ന് പെയിൻ പെറ്റു പെരുകി അതിൻ്റെ ഒപ്പം താരനും വന്ന് മൊട്ട അടിക്കേണ്ട അവസ്ഥയിലേക്ക് തല മാറും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നവരുണ്ട്, ഡെയിലി കുളിക്കുന്നവരുണ്ട്, തല കുളിക്കുന്നവരുണ്ട്. ഞാൻ തല കുളിക്കുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം രേണുവിന്റെ വിഷയം. രേണു എപ്പോഴും കൈ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൊന്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ചീപ്പോണ്ടൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കോമ്പിങ്, അതനുസരിച്ചിട്ടുള്ള കോമ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം കുളിക്കാതിരിക്കുമ്പോൾ അവിടെ എനിക്കറിയത്തില്ല അവിടെ എന്താണ് കുളിക്കാത്തത്. ഇപ്പം എന്നെ പുറത്തേക്ക് വിടൂ, എനിക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ട്രീറ്റ്മെന്റും വേണ്ട. അതിന്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്. നേരെ ബാത്റൂം പോയിട്ട് നല്ലോണം ഷവർ ചെയ്താൽ മതി. ഷാമ്പു ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ അവർ കൊടുക്കും. നല്ലോണം ഷാമ്പു ഇട്ട് നല്ലോണം തലയിൽ അഴുക്കൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മുടി കുറച്ചുകൂടി സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അത് ചെയ്യാതെ രേണു പറയുന്നുണ്ടായിരുന്നു ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചോട് പറഞ്ഞു. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് അനു പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് ഇപ്പുറത്തെ ലൈറ്റ് അടിക്കുന്നുണ്ടല്ലേ, സൺബേൺ അടിക്കുന്നുണ്ട്, സൂര്യപ്രകാശം, പ്ലീസ് എക്സ്ക്യൂസ്. ഓക്കെ, അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്ന് പറയുന്നേക്കാൾ ഉപരി നമുക്ക് നമ്മളോടൊരു വൃത്തിയില്ലേ, നമ്മളോടൊരു ശുചിത്വം, നമ്മളോടൊരു ഇഷ്ടം കാര്യങ്ങളില്ലേ. അപ്പൊ അതിനെയൊക്കെ ബേസ് വെച്ച് നോക്കുമ്പോ ആള് തലമുടി ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവര് പറഞ്ഞത് ലൈക്ക് യുനോ ആശാത്തി കേട്ടിരിക്കുന്ന വേറെ അർത്ഥത്തിലാണ്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസം ഒക്കെ ആയിട്ട് തല കുളിക്കാതെ ഇരിക്കാൻ പറ്റുമോ? തല നമുക്ക് തന്നെ തലയ്ക്കൊരു ഹെവിനെസ് തോന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്നുള്ളത്. അവിടെ ഉള്ള എല്ലാവരും ശാരികയാണെങ്കിലും മനു ആണെങ്കിലും ഒക്കെ അനുവിനെ നമ്മുടെ രേണുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന്റെ സമയത്ത് വന്നപ്പോഴും മുടി ആശാത്തി ഇങ്ങനെ ചകിരി തല്ലുന്ന പോലെ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തത് എക്സ്റ്റൻഷൻ അപ്പൊ ഇന്നടുത്താണ് എക്സ്റ്റൻഷൻ ചെയ്തതാന്നുള്ള കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും കുളിക്കാൻ പാടില്ല, ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുളിക്കാലോ. ഇത് പക്ഷെ അതുപോലും ഇല്ലാഞ്ഞിട്ടാണ് ആ ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥ വന്നത്. ഇപ്പോ ലൈക്ക് അത് രേണുവിന് തന്നെ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ അങ്ങനെ ഒരു വിഷയം വന്നാൽ ഫൈനലി മുട്ട അടിക്കുക എന്നുള്ളത് വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ ആൾക്ക് എന്തായെന്ന് വെച്ചാൽ മാന്താൻ പറ്റാത്തൊരവസ്ഥ, ലൈവിൽ പോലും മാന്താൻ പറ്റാത്ത അവസ്ഥ. ബാത്റൂമിലെങ്ങാനും പോയിട്ടായിരിക്കും ആളിന് മാന്തുന്നുണ്ടാവുക. പിന്നെ പറയുന്നത് കോംബ് ചെയ്യുമ്പോൾ എന്റെ സ്റ്റഡ് ഊരി തെറിച്ചു പോകുന്നത് നമുക്ക് ഒരിക്കലും പെയിനായിട്ട് പറയാൻ പറ്റില്ല. കാരണം പെയിൻ ഇങ്ങനെ അനങ്ങുമല്ലോ. അപ്പൊ ഇവിടെയൊക്കെ പെയിൻ വന്നിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അനു സംസാരിക്കുമ്പോൾ ഇവിടെ ഒരിക്കലും തെറ്റ് ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തവർക്കോ ഇത് പറഞ്ഞ അനുവിനോ അല്ലെങ്കിൽ ബിഗ് ബോസിലോ അല്ല. അതേപോലെ തന്നെ സംസാരത്തിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ, അതായത് ഇവര് തമ്മിൽ ഒരു ആർഗ്യുമെന്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നല്ലോ, ഡിബേറ്റ് പോലെ. അപ്പോ കുളിക്കാൻ അന്ന് രേണുവിനാണ് കിട്ടിയത്, പക്ഷെ പ്രൈസ് കിട്ടിയത്. എനിക്ക് പക്ഷെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ നമ്മൾ കുളിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇപ്പൊ കുളിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ ശരി, വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്തല്ല രേണു വന്ന് പെട്ടിരിക്കുന്നത്. കുളിക്കാൻ വെള്ളമുള്ള സ്ഥലവും അത്യാവശ്യം പണിപ്പുരയെന്ന് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്, ടവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ നിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ രേണുവിന് കുളിക്കാൻ പറ്റാത്തതോ വെള്ളമില്ലാത്തതോ ഷാമ്പു ഇല്ലാത്തതോ ആയിട്ടുള്ള സ്ഥലത്തല്ല. രേണുവിന് തല വിശാലമായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് രേണു എത്തിപ്പറ്റിയിരിക്കുന്നത്. അപ്പോ അതിനകത്ത് രേണു കുളിക്കാത്തത് തന്നെയാണ് രേണുവിന്റെ തലയുടെ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. അപ്പൊ എക്സ്റ്റൻഷൻ കൂടെയും
കുറച്ചിട്ട് കുളിക്കാതെ സംഭവം തലയിലേക്ക് വേഴ്സ് ആയി കഴിഞ്ഞാൽ രേണു ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാകും. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്, അല്പം വൃത്തി. രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോ സ്നേഹിക്കുന്ന ഇൻ ദ സെൻസ് ലൈക്ക് രേണു എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്കും ഇതിനകത്ത് അഭിപ്രായം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ലായ്മ കൊണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും. ആ സമയം നമ്മൾ കുറച്ച് വൃത്തിയോടെ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഒരുപാട് ട്രീറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാം. അവർ പ്രത്യേകം പറഞ്ഞാണ് കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ കുളിക്കാത്ത? ബിഗ് ബോസിൽ കുളിക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കുളിക്കാതിരിക്കണം എന്നുള്ള പണിഷ്മെന്റും കൊടുത്തിട്ടില്ല. ട്രീറ്റ്മെന്റിനായിട്ട് പുറത്തേക്ക് പോകേണ്ടയും കാര്യമില്ല. അതേപോലെ തന്നെ രേണു ഞാൻ പറയുകയാണെങ്കിൽ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം രേണുവിനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ രേണു തിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ അവിടെ ഒരു വിഷയം നടക്കുമ്പോൾ മഷീട്ട് നോക്കിയാൽ പോലും രേണുവിനെ ആ പരിസരത്ത് കാണില്ല. അത് ചാടിക കഴിഞ്ഞ ദിവസം പറഞ്ഞ രേണു ഫൈനലിൽ എത്തും. നോ വേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ആൾക്കാർ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എന്താണ് രേണു ഇങ്ങനെ ഒതുങ്ങി പോകുന്നതെന്ന് കളി മനസ്സിലാവാഞ്ഞിട്ടാണോ അതിലും വിഷയം വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്തോ ഇത് എനിക്കറിയത്തില്ല. അടി പൊട്ടുമ്പോ പിന്നെ അവിടെ രേണുവിനെ കാണത്തില്ല. അത് ഇന്ററാക്ഷൻ വരണം, അത് അവിടെ സംസാരം വരണം, അവിടെ അഭിപ്രായം വരണം. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ അങ്ങോട്ട് കയറി കണ്ടന്റ് ഉണ്ടാക്കുകയും വേണം. ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടോ?